നമസ്കാരം. ഇന്ധന പ്രതിസന്ധിയിൽ കടുത്ത ആശങ്ക തുടരവേ ഇന്ത്യക്ക് ആശ്വാസമായി 2 LPG ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഹോർമുസ് കടക്കാൻ ഇറാൻ അനുമതി നൽകിയത് ഏറെ ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യ സുഹൃത്ത് രാജ്യമാണെന്നും ഹോർമുസിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ ചരക്കു നീക്കത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി അറിയിച്ചിരുന്നത്. ശിവാലിക്, നന്ദാദേവി എന്നീ LPG ടാങ്കറുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയത്. കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾക്ക് അനുമതി നൽകുന്നത് ഇറാന്റെ പരിഗണനയിലാണ്. കൊച്ചിയിൽ നിന്നും ഇറാൻ നാവികരെ അർമേനിയനിൽ എത്തിക്കുകയായിരുന്നു. നാവികരെ കൊണ്ടുപോയത് തുർക്കിയുടെ ചാർട്ടേഡ് വിമാനത്തിൽ എന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇറാൻ ഇന്ത്യയുടെ സുഹൃത്ത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇറാൻ പ്രസിഡന്റിനോട് മോദി ഇപ്രകാരമായിരുന്നു പറഞ്ഞത്. ഇറാൻ സുഹൃത്ത് എന്നാണ് വ്യക്തമാക്കിയത്. നയതന്ത്രത്തിലെ ഉചിതമായതെല്ലാം ചെയ്യുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് അമേരിക്കയും ഇസ്രയേലിനും ശക്തമായ മറുപടി നൽകുന്നതിനായി സജ്ജമാക്കിയ വിനാശകാരികളായ സൂയിസൈഡ് നേവൽ ഡ്രോണുകളുടെ വലിയൊരു ശേഖരം പുറത്തിറക്കിയിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇതോടെ പുറത്തുവിട്ടത്. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കടൽപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിനായി നൂറുകണക്കിന് ഡ്രോൺ ബോട്ടുകളാണ് ഇറാൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരം ഡ്രോണുകൾ ആദ്യമായി യുദ്ധമുഖത്ത് ഉപയോഗിച്ചത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് ഇട നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം 15ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ ശാലകളും ഉൾപ്പെടെ 200-ലധികം ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഏതായാലും റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ ഇന്ത്യയെ അമേരിക്ക മാസങ്ങളോളം തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക രാജ്യങ്ങളോട് കെഞ്ചുകയാണെന്നും വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. യുദ്ധത്തെ പിന്തുണച്ചാൽ റഷ്യക്കെതിരെ അമേരിക്കൻ പിന്തുണ കിട്ടുമെന്നും യൂറോപ്പ് വ്യാമോഹിച്ചെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പരിഹസിക്കുന്നുണ്ട്. അതിനിടയിൽ അബുദാബിയിൽ നടന്ന ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ 45 പേർ അറസ്റ്റിലായി. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ ഇന്ത്യൻ കപ്പലുകളെ കടന്നു പോകാൻ സമ്മതിക്കുന്ന ഇറാന്റെ നിലപാട് ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ്.